ഇന്ന് നടന്ന കോഴിക്കോട്, കോട്ടയം ജില്ലകളുടെ LDC ചോദ്യപേപ്പറാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ബി ആണ് ഉത്തരം. 2ഉം 4ഉം. 2ഉം 4ഉം. കുളച്ചിൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ച് സൈന്യത്തെ പരാജയപ്പെടുത്തി. ഡച്ച് ഗവർണറായിരുന്ന വാൻഡ്രീഡിൻ്റെ നേതൃത്വത്തിലാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ഏക മലയാളി ചേറ്റൂർ ശങ്കരൻ നായരാണ്. ഇദ്ദേഹം ഏതു സമ്മേളനത്തിലാണ് അധ്യക്ഷത വഹിച്ചത്? അമരാവതി. APJ അബ്ദുൽ കലാമുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതെല്ലാം? 2ഉം 3ഉം. 2ഉം 3ഉം. തമിഴ്നാട്ടിലെ കുംഭകോണത്താണ് ജനിച്ചത്. ഇദ്ദേഹം അഗ്നിസാക്ഷി എന്ന ഗ്രന്ഥം എഴുതി. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ചതാര്? VP മേനോൻ. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആര്? റൂസോ. കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ആര്? അഡ്വക്കേറ്റ് K രാജൻ. പ്രസ്താവന 1. സമമർദ്ദ രേഖകൾ തമ്മിലുള്ള അകലം കൂടുതലാണെങ്കിൽ മർദ്ദച്ചെരിവ് കൂടുതലായിരിക്കും. പ്രസ്താവന 2. മധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കോറിയോലിസ് ബലം വർദ്ധിക്കുന്നു. തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? പ്രസ്താവന 2. മധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കോറിയോലിസ് ബലം വർദ്ധിക്കുന്നു. കേരളത്തിൽ കൂടുതലായി അനുവർത്തിച്ചു വരുന്ന കാർഷിക സമ്പ്രദായം? തീവ്ര ഉപജീവന കൃഷി. തെക്കേ ഇന്ത്യയിൽ മഹാസമുദ്രത്തിൽ മൺസൂൺ സീസണിൽ രൂപം കൊള്ളുന്നതും ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരസമതലത്തിൽ ഉയർന്ന മഴ ലഭിക്കാൻ കാരണമാകുന്നതുമായ ഉച്ചമർദ്ദ മേഖല? മസ്കറിൻ ഹൈ. ഉപദ്വീപീയ ഇന്ത്യൻ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്നവയെയും പടിഞ്ഞാറോട്ട് ഒഴുകുന്നവയെയും തമ്മിൽ വേർതിരിക്കുന്ന ജലവിഭാജകം ഏത്? പശ്ചിമഘട്ടം. താഴെ തന്നിരിക്കുന്നവയിൽ ഹിമാലയ പർവ്വതവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഇവയൊന്നുമല്ല. സർവേ ഓഫ് ഇന്ത്യയുടെ വിസ്മയാവഹമായ ഭൂപട നിർമ്മാണ ചരിത്രം വിവരിക്കുന്ന ഭൗമചാപം ഇന്ത്യൻ ഭൂപട നിർമ്മാണത്തിൻ്റെ വിസ്മയ ചരിത്രം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്? CS മീനാക്ഷി. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ചുവടിൽ ചേർത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത്? എല്ലാം ശരിയാണ്. ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം? 1950. WTO നിലവിൽ വന്ന വർഷം? 1995. ലോക ബാങ്കിൻ്റെ മറ്റൊരു പേര്? IBRD. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിൽ 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുവാൻ ഉണ്ടായ കാരണങ്ങൾ? എല്ലാം ശരിയാണ്. ഗൾഫ് യുദ്ധം, വിദേശ നാണയ കരുതൽ ശേഖരത്തിൻ്റെ കുറവ്, ഉയർന്ന ഫിസിക്കൽ കമ്മി, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർധനവ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ? ശക്തികാന്ത ദാസ്. 2022-2023 കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആര്? നിർമ്മല സീതാരാമൻ. ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? സി. 2ഉം 3ഉം. ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്നാണ് ആമുഖം തുടങ്ങുന്നത്. സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക നീതി ഉറപ്പു നൽകുന്നു. ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഓൺലി 1 and 2. 1 and 2. മൗലിക അവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്. നിർദ്ദേശക തത്വങ്ങൾ ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്.
റിട്ടുകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഒന്ന് മാത്രം. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളൂ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഓൾ ഓഫ് ദ എബവ്. 1, 2, 3 എല്ലാം ശരിയാണ്. കമ്മീഷന് ശിക്ഷ വിധിക്കാനുള്ള അധികാരമില്ല. ഗവൺമെൻറ്റിനോട് ശുപാർശ ചെയ്യാനുള്ള അവകാശം മാത്രമേ ഉള്ളൂ. കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികൾ ആരംഭിക്കാൻ കോടതിയോട് ശുപാർശ നൽകാം. നിർദ്ദേശക തത്വവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ 2 and 3. 2 and 3. മൗലിക അവകാശങ്ങൾക്ക് പുറമേയുള്ള ചില അവകാശങ്ങളാണിവ. സമൂഹം കൈക്കൊള്ളേണ്ട ചില ഉദ്ദേശ ലക്ഷ്യങ്ങളാണ് ഇവ. ചുവടെ ചേർക്കുന്നവയിൽ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവന ഏത്? സി. ഓൺലി 1 and 2. ഏക പൗരത്വ നിയമം അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക. ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഓൺലി 2 and 3. ഇലക്ട്രൽ കോളേജാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. സംസ്ഥാന നിയമസഭകളിലെ അംഗങ്ങൾ ഇലക്ട്രൽ കോളേജിൽ അംഗങ്ങളല്ല. കോടതികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഓൾ ദ എബവ്. 1, 2, 3. 1, 2, 3 എല്ലാം ശരിയായ പ്രസ്താവനയാണ്. ഭരണഘടനയുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന സുപ്രീം കോടതിയാണ്. കീഴ്ക്കോടതികൾ സിവിൽ, ക്രിമിനൽ സ്വഭാവമുള്ള കേസുകൾ പരിഗണിക്കുന്നു. സുപ്രീം കോടതിക്ക് പ്രസിഡന്റിന്റെ ഉപദേശം നൽകാം. കേന്ദ്ര ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായതേത്? ഓൺലി 1 and 2. 1ഉം 2ഉം. വിദേശകാര്യം, പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? എല്ലാം ശരിയാണ്. 1, 2, 3 എല്ലാം ശരിയാണ്. പൊതുജനാരോഗ്യം സംസ്ഥാന ലിസ്റ്റിലെ ഒരു വിഷയമാണ്. വനം കൺകറന്റ് ലിസ്റ്റിലെ വിഷയമാണ്. സൈബർ നിയമങ്ങൾ ശിഷ്ടാധികാരങ്ങളിൽ വരുന്നതാണ്. ചുവടെ ചേർക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? ഓൺലി 2 and 3. 74-ാം ഭേദഗതിയിലൂടെ നഗരപാലിക സമ്പ്രദായം കൊണ്ടുവന്നു. അനുച്ഛേദം 32 പ്രകാരം സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ട്. കേരള വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഓൺലി 1 and 2. 1 and 2. ചെയർപേഴ്സൺ ശ്രീമതി സതീദേവിയാണ്. സ്ത്രീകൾക്ക് ക്ഷേമവും സുരക്ഷിതത്വവും ഉറപ്പു നൽകാനാണ് കമ്മീഷൻ രൂപീകൃതമായത്. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഓൺലി 1 and 3. 1 and 3. എ. ഷാജഹാനാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുക. മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഓൾ ഓഫ് ദ എബവ്. 1, 2, 3 എല്ലാം ശരിയാണ്. 11 മൗലിക കർത്തവ്യങ്ങളാണുള്ളത്. അനുച്ഛേദം 51A കർത്തവ്യങ്ങൾ ഉൾപ്പെടുന്നത്. ഭരണഘടനയിലെ ഭാഗം 4A കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. കോവിഡിനെതിരായി mRNA വാക്സിൻ വികസിപ്പിച്ചതിന് 2023 വൈദ്യശാസ്ത്ര നോബൽ നേടിയ വ്യക്തി ആര്? കാറ്റലിൻ കാരിക്കോ. ചീറ്റ പദ്ധതിയുടെ ഭാഗമായി ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ എത്തിച്ച ചീറ്റകളെ ഏത് ദേശീയോദ്യാനത്തിലാണ് പുനരധിവസിപ്പിച്ചത്? കൂനോ ദേശീയോദ്യാനം. നവജാതക ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി കേരള സർക്കാരിൻ്റെ ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ശലഭം.
താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും പരസ്പര വിരുദ്ധമായി പ്രവർത്തിക്കാത്ത ജോഡി കണ്ടെത്തുക. തൈമോസിൻ, തൈറോക്സിൻ. കൊറോണറി ധമനികളിൽ കൊഴുപ്പടഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലമുണ്ടാകുന്ന രോഗം. ഹൃദയാഘാതം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ബി. ജീവകം B3യുടെ അപര്യാപ്തത രോഗമാണ് പെലഗ്ര. മന്ദരോഗം ഉണ്ടാക്കുന്ന രോഗാണു ഏത്? ഫൈലേറിയൻ വിര. എൻസൈമുകളില്ലാത്ത ദഹനരസം. പിത്തരസം. താഴെ തന്നിരിക്കുന്നവയിൽ ദൂരത്തിൻ്റെ യൂണിറ്റ് ഏത്? 1 2 മാത്രം. 1 2 മീറ്റർ പ്രകാശവർഷം. മഴവില്ല് ഉണ്ടാകുന്നതിന് കാരണം എന്ത്? പ്രകാശ പ്രകീർണനം. മണ്ണെണ്ണയുടെ സാന്ദ്രത 810 kg/മീറ്റർ ക്യൂബ് ആണെങ്കിൽ മണ്ണെണ്ണയുടെ സാന്ദ്രത 810 kg/മീറ്റർ ക്യൂബ് ആണെങ്കിൽ മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത എത്ര? 0.810. ആദിത്യ L1 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനമേത്? PSLV C-57. ചന്ദ്രയാൻ 3 ദൗത്യത്തിലെ ലൂണാർ റോവറിൻ്റെ പേര് എന്ത്? പ്രഗ്യാൻ. എന്താണ് കേവല 0 ഊഷ്മാവ്? -273°C. S ബ്ലോക്ക് P ബ്ലോക്ക് മൂലകങ്ങളെ ചേർത്തു പറയുന്ന പേര്? പ്രാതിനിധ്യ മൂലകങ്ങൾ. ലോഹങ്ങൾ നേർപ്പിച്ച ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം? ഹൈഡ്രജൻ. പുതുതായി കണ്ടുപിടിച്ച കാർബണിൻ്റെ രൂപാന്തരത്വം? കാർബൺ നാനോ ബഡുകൾ. ഇവരിൽ ആർക്കാണ് 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്? മൗങ്കി ജി ഭവൻഡി, ലൂയിസ് ബ്രസ്, അലക്സേയേക്കിമോവ്. ഉചിതമായത് ചേർത്തെഴുതുക. ആണ് ഉത്തരം. താൻ നിരന്തരം ചെയ്യുന്ന ദുഷ്കൃത്യം അന്യരനുഭവിച്ചിടുകെന്നേ വരൂ. ഒന്നാമത്തെ 3 KR ടോണി. ഒരു വേള പഴക്കമേറിയാൽ ഈ നാറ്റവും നമുക്ക് സുഗന്ധമായി വരാം. 1 PP രാമചന്ദ്രൻ. മഴക്കാലമാണ് മറക്കേണ്ട കുഞ്ഞെ, മനസ്സീർപ്പമാർന്ന് മഹാരോഗമൊന്നും വരുത്തേണ്ട കുഞ്ഞെ. 5 അൻവർ അലി. സന്തോഷമായി ഗോപിയേട്ട, സന്തോഷമായി. ഭഗവാൻ പറഞ്ഞതാണ് ശരി. സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിക്കാനിരിക്കുന്നതും നല്ലതിന്. OP സുരേഷ്. ആത്മവിദ്യാ സംഘവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്ത് എഴുതുക. 1 3 ശരി. 1 3. ഊരാളുങ്കൽ ഐക്യനാണയ സംഘം ആരംഭിച്ചു. അഭിനവ കേരളം മുഖപത്രം തുടങ്ങി. ചെസ് കളിയുമായി ബന്ധപ്പെട്ട പദങ്ങൾ താഴെ പറയുന്നവയിൽ ഏതാണ്? 2 4. കാസ്ലിംഗ്, സ്റ്റെയിൻമേറ്റ്. കാളിദാരക യുദ്ധം പ്രമേയമായ പ്രാചീന കലാരൂപം? മുടിയേറ്റ്. കാലക്രമമനുസരിച്ച് എഴുതുക. C രാജ്യസമാചാരം, പശ്ചിമോദയം, പശ്ചിമതാരക, കേരളമിത്രം. കേരള സർക്കാർ നടപ്പാക്കുന്ന സ്നേഹപൂർവം പദ്ധതിയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ മരിച്ചു പോകുകയും ജീവിച്ചിരിക്കുന്നയാൾക്ക് ആരോഗ്യപരവും സാമ്പത്തികമായും കുട്ടിയെ സംരക്ഷിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇത്തരം കുട്ടികൾക്ക് 1ാം ക്ലാസ് മുതൽ ഡിഗ്രി തലം വരെ ധനസഹായം നൽകുന്ന പദ്ധതി. ചേരുംപടി ചേർക്കുക. കേരളശ്രീ, വൈക്കം വിജയലക്ഷ്മി. കേരളപ്രഭ, ഓംശ്ശേരി
NN പിള്ള. കേരള ജ്യോതി MT വാസുദേവൻ നായർ. പത്മശ്രീ ചെറുവയൽ രാമൻ. കമ്പ്യൂട്ടറിൻ്റെ ഔട്ട്പുട്ട് ഉപകരണങ്ങളിൽ പെടാത്തത് ഏത്? മൈക്രോഫോൺ. PDF-ൻ്റെ പൂർണ്ണ രൂപം? പോർട്ടബിൾ ഡോക്യുമെൻ്റ് ഫോർമാറ്റ്. IT ആക്ട് 2000 പ്രകാരം അനുവദനീയമല്ലാത്തത് ഏത്? സൈബർ കുറ്റകൃത്യം ചെയ്യുന്നത്. താഴെ തന്നിട്ടുള്ളവയിൽ വെബ് ബ്രൗസറിന് ഉദാഹരണം ഏത്? സഫാരി. ഗൂഗിളിൻ്റെ പുതിയ AI സംവിധാനം? ജെമിനി. ഒരു സ്ത്രീയുടെ നഗ്നചിത്രങ്ങൾ പകർത്തി പ്രചരിപ്പിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് കുറ്റകൃത്യമാണ്? വോയൂറിസം. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ജില്ലാ കമ്മീഷൻ്റെ അധികാര പരിധി എത്രയാണ്? 1 കോടി രൂപ വരെ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ? ശ്രീ ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര. പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ഒരു വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള വസ്തുവിൽ നിന്ന് പ്രസ്തുത വ്യക്തിയുടെ പൂർണ്ണ സമ്മതമില്ലാതെ പുറത്താക്കിയാൽ ലഭിക്കാവുന്ന ശിക്ഷ 6 മാസം മുതൽ 5 വർഷം വരെ തടവ് ശിക്ഷ. ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന അംഗങ്ങൾ എത്രയാണ്? 5. ലൈംഗികാതിക്രമങ്ങളിൽ നിന്ന് കുട്ടികൾക്കുള്ള സംരക്ഷണ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 18 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾക്ക് സംരക്ഷണം ഉറപ്പാക്കുന്നു. 18 വയസ്സിന് താഴെ പ്രായം വരുന്ന ആൺകുട്ടികൾക്ക് സംരക്ഷണം ഉറപ്പാക്കുന്നു. താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമപ്രകാരം ലഭിക്കാവുന്ന വിവരം ഏതാണ്? മന്ത്രിസഭയുടെ തീരുമാനങ്ങൾ. ഒറ്റയാനെ കണ്ടെത്തുക. 9:85. 72. 168 + 72 × 9 × 3 2 × 1 + 12/4. 24. താഴെ തന്നിരിക്കുന്നവയിൽ സംഖ്യകളുടെ മീഡിയൻ കാണുക. 6.10, 6.18, 6.25, 6.20, 6.10, 6.20, 6.21, 6.15, 6.19. ഒരു കോഡ് ഭാഷയിൽ വൈറ്റ് എന്ന വാക്കിനെ JUVGR എന്ന് എഴുതാമെങ്കിൽ ബ്ലാക്ക് എന്ന വാക്കിനെ എങ്ങനെ എഴുതാം? OYNPX. ഒന്നിനും 50നും ഇടയ്ക്ക് വരുന്ന ഇരട്ട സംഖ്യകളുടെ തുക 600. ഒരേ ചുറ്റളവുള്ള ചതുരങ്ങളിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ള ചതുരത്തിൻ്റെ നീളവും വീതിയും തമ്മിലുള്ള ബന്ധം. നീളവും വീതിയും തുല്യം. 3, 8, 15, 24 ഡാഷ്. 35. 125/8 raised to 2/3 16/625 raised to 1/2. 1. അനന്തുവിനെ ചൂണ്ടി അമൃത പറഞ്ഞു, അവൻ്റെ അച്ഛൻ എൻ്റെ മുത്തശ്ശിയുടെ ഒരേ ഒരു മകനാണ്. എങ്കിൽ അനന്തുവും അമൃതയും തമ്മിലുള്ള ബന്ധം? സഹോദരൻ. തന്നിരിക്കുന്ന പേരും വിലാസത്തോട് തുല്യമായത് ഏത്? മുഹമ്മദ് അൻസിൽ, സാനിയ മൻസിൽ, റൂർക്കേല 690732. ഉത്തരം സി ആണ്. ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് കറക്റ്റ് സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ്. ഷീ ആൻഡ് ഹെർ ബ്രദർ ഗോസ് ടു ജിം എവറി ഈവനിങ്. Choose the correct punctuation for the following sentence. She opened the door and exclaimed, "What a surprise!"
A. She opened the door and exclaimed, "What a surprise!" Select the sentence that uses the correct form of verb to be in the past tense. We were all very tired after the long hike yesterday. Identify the sentence with the correct use of a modal verb. We should bring an umbrella in case of rain. Identify the correct transformation of the following sentence from direct to indirect speech. Direct speech. The teacher said the exam will be held the next week. The teacher said that the exam would be held the next week. Which of the following words is a synonym of abundant? Plentiful. What is the best antonym for miserly? Generous. Choose the word that means opposite of harmonious. Discordant. Select the word that is most similar in the meaning of ephemeral. Temporary. The one word for the expression. Cries of flowers. Florimania. ശരിയായ പദം എഴുതുക. ഉദ്ഘാടനം. ഭാഗികം വിപരീത പദം ഏത്? സമഗ്രം. കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ഒറ്റപ്പദം ഏത്? പിപാസു. നീഹാരം പര്യായ പദം ഏത്? മഞ്ഞേ. താഴെ പറയുന്നവയിൽ ശരിയായ സ്ത്രീലിംഗ പുല്ലിംഗ ജോഡി ഏതാണ്? എല്ലാം ശരി. ധീരൻ ധീര, ഏകാഗി ഏകാകിനി, പക്ഷി പക്ഷിണി, തമ്പി തങ്കച്ചി. കലാശക്കൊട്ട് ശൈലിയുടെ അർത്ഥം എന്ത്? അവസാനത്തെ പ്രവൃത്തി. പ്രൊസീഡിങ്സ് ശരിയായ മലയാള പരിഭാഷ ഏത്? നടപടിക്രമം. വാക് പ്ലസ് മയം ചേർത്തെഴുതുക. വാങ്മയം. അവൻ പിരിച്ചെഴുതുക. ആ പ്ലസ് അൻ. പൂജക ബഹുവചനം ഏത്? ആചാര്യൻ. എക്സാം നിങ്ങൾക്കെല്ലാവർക്കും എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യണേ.